നമസ്കാരം. എൻ്റെ പേര് പ്രസീദ് നാരായണൻ. ഞാൻ വെമ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം മേൽശാന്തിയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവനാണ്. മഹാദേവന്റെ കിരാതമൂർത്തി ഭാവമാണ്, സ്വയംഭുവാണ്. ആ സ്വയംഭൂ മഹാദേവനോടൊപ്പം തന്നെ ഭദ്രകാളി, ഗണപതി, അയ്യപ്പൻ, സർപ്പത്താന്മാര്, രക്ഷസ് എന്നീ പ്രതിഷ്ഠകളും ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചകളിൽ മൃത്യുഞ്ജയഹോമം, വിശേഷ മൃത്യുഞ്ജയഹോമമുണ്ട്. ലളിതാ സഹസ്രനാമ സ്തോത്രം, നാരായണീയം, അതുപോലെ സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി, ശിവസഹസ്രനാമ സ്തോത്രങ്ങൾ, അങ്ങനെ എല്ലാവിധ സ്തോത്രങ്ങളും നാമങ്ങളും, അത് ഭഗവാനും അല്ലെങ്കിൽ ഭഗവതിക്കും അനുസൃതമായ എല്ലാ നാമങ്ങളും, അതുപോലെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ഇതെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു ആചാര്യയുടെ കീഴിൽ കറക്റ്റായിട്ട് നമ്മളത് പഠിപ്പിച്ചു പോരുന്നുണ്ട്. ക്ഷേത്രത്തിൽ തന്നെ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അധ്യാത്മ പഠനത്തിന്റെയും കീഴിലാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ മഹാദേവനോടല്ല, അത് നമ്മളെ ഏത് ക്ഷേത്രത്തിൽ കഴിക്കുന്ന പോലെയുള്ള ധാര, ഇടിച്ചു പിഴിഞ്ഞു പായസം, അങ്ങനെയുള്ള വഴിപാടുകളും, അതുപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അത്തോരമന്ത്ര പുഷ്പാഞ്ജലി, അങ്ങനെയുള്ള പുഷ്പാഞ്ജലികളും, അങ്ങനെ മഹാദേവന് എന്തൊക്കെയാണോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ വഴിപാടുകളെല്ലാം നമുക്ക് ക്ഷേത്രത്തിൽ കഴിക്കുന്നതാണ്. അതുപോലെ ഭദ്രകാളിക്ക് നമ്മൾ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട്. അത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കഴിക്കുന്നതാണ്. അത് നമ്മുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടും അല്ലെങ്കിൽ നമുക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക്, വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക്, സ്ഥലപരമായ കാര്യങ്ങൾക്കൊക്കെ. കാരണം ഇത് ഞാനിവിടുന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ 99% ആൾക്കാർക്കും അത് അനുഭവത്തിൽ വന്ന കാര്യമാണ് നമ്മൾ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി ഭദ്രകാളിയെ കഴിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഭക്തജനങ്ങളെ കൂടാതെ ഈ നമ്മുടെ നാടിനും പുറത്തേക്കുമുള്ള ആൾക്കാർക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ദർശിക്കാവുന്നതാണ്. ഇവിടെ പഠനത്തിൽ ചേരാവുന്നതാണ്. നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, ആശീസ്സുകൾ ഭഗവാന്റെ ആയിരുന്നും വേണം, അതുപോലെ തിരിച്ചും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.